ഇനി അധ്യായം 3, ഉൽപ്പത്തി അധ്യായം 3 മുതൽ ഇനി വായിച്ചു തുടങ്ങാം. യഹോവ അപ്പോൾ അധ്യായം 2 25 വചനം, അതിൽ 2-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താ ഭാര്യയിൽ നിന്ന്, ഇപ്പോൾ മനുഷ്യൻ്റെ ഭാര്യയിൽ നിന്ന് അതിൽ മാംസം പൊഴിഞ്ഞിട്ടുണ്ടാക്കിയ നാരിക്ക് നാണം തോന്നിയില്ല. അതേപോലെ തന്നെ നാരിയുടെ ഭർത്താവിന് നാണം തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് അധ്യായം 3, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് ശരി, അപ്പം പാമ്പിന് ഭയങ്കര കൗശലമായിരുന്നു. അപ്പം പാമ്പിനെ ഉണ്ടാക്കിയത് ആരാണ്? പാമ്പിനെ യഹോവയായ ദൈവം ഉണ്ടാക്കി. കൗശല മേറിയതായി കൊണ്ട് പാമ്പിനെ ഉണ്ടാക്കി. അതു സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്നു ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ പാമ്പിനോട് ഏത് ദൈവമാണ്? യഹോവയായ ദൈവം അതോ സാക്ഷാൽ ദൈവം? ഇത് ഏത് ദൈവം? അതായത് ഇതിനെ പറ്റിയിട്ട് ഉടായിപ്പ് ദൈവം എന്നാണ് നമ്മളെ ക്ലബ് ഹൗസ് ചർച്ചയിലെ ഒരു റാണി, സംഘികളുടെ ഒരു സംഘിണിയായ റാണി അവകാശപ്പെട്ടത് ഉടായിപ്പ് ദൈവമാണ്. അപ്പോൾ ഇവർ പറയണ യഹോവയായ ദൈവം, അവർ എന്താ പറയുക, സംഘിണി റാണി പറയണത് ഉടായിപ്പ് ദൈവം. അപ്പോൾ ഈ ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. സ്ത്രീ പറയണം പാമ്പിനോട്, സ്ത്രീയും പാമ്പും കൂടി സംസാരിക്കണം, സർപ്പവും സ്ത്രീയും കൂടിയിട്ട്. ഇത് നാരിയാണല്ലോ പറയുന്നത്. അപ്പം നാരി പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കേണ്ടതിനു തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ തൊടുകയരുത്, അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്താ തിന്നാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ മരിക്കും. തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. കാരണം പാമ്പാണ് പറയുന്നത്. ആരോട്? പെണ്ണിനോട്. പാമ്പ് പെണ്ണിനോട് പറയണം നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പോൾ പാമ്പിനെയാണ് പെണ്ണ് വിശ്വസിച്ചത്. മനസ്സിലായേ? അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. പാമ്പാണ് ഈ പറഞ്ഞത്, ദൈവത്തെ പോലെ. അങ്ങനെയാണ് ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ രാമൻ, കൃഷ്ണൻ, ശിവൻ പോലുള്ള ആൾ രൂപമുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ദൈവങ്ങളൊക്കെ വാസ്തവത്തിൽ എന്താണ്? ദൈവത്തെ പോലെ ആയിത്തീരാണ്. കാരണം ഈ പാമ്പ് എന്താ പറയുക, ഇത് തിന്നു കഴിഞ്ഞാൽ, ഏത് നിങ്ങൾ ഈ ദൈവം ഫലം തിന്നരുതെന്ന് പറഞ്ഞു, നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് തിന്നാൽ ആൾ ദൈവങ്ങളായി മാറും എന്ന അർത്ഥത്തിലാണ് ഇത് പറഞ്ഞു തോന്നുന്നുണ്ട്. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. അപ്പോൾ അത് മരിക്കല്ല, കണ്ണു തുറക്കിയത്. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അതുവരെ കണ്ണുണ്ടായിരുന്നില്ല, അതുവരെ മനുഷ്യർക്ക് കണ്ണുണ്ടായിരുന്നില്ല. ഈ ഫലം തിന്നപ്പോൾ ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ അവകാശപ്പെടുന്നത്. തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അപ്പോഴാണ് നഗ്നരാന്ന് ബോധ്യമാണ് കണ്ണു തുറന്നപ്പോൾ. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്കു അരയാട ഉണ്ടാക്കി. ആരുണ്ടാക്കി? അവരെന്നെ അല്ലേ? മനുഷ്യനും നാരിയും, നരനും നാരിയും തമ്മിൽ
അരയാടം ഉണ്ടാക്കി. അപ്പം അങ്ങനെയാണ് വസ്ത്രം ഉണ്ടാക്കാൻ അവർ ശീലിച്ചത് മനുഷ്യർ. വേറെ ഒരു ജീവിയും വസ്ത്രം ഉണ്ടാക്കണ്ടല്ലോ, അരയാടം ഉണ്ടാക്കില്ല. അരയാടം ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പോഴാണ്. അപ്പോൾ വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ. അപ്പോൾ കാണാതിരിക്കാൻ മറഞ്ഞിരുന്ന യഹോവയായ ദൈവം ഇവരെ ആരും കാണില്ല. അപ്പോൾ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. അപ്പം ഇത് ചോദിച്ചറിയുന്ന ഒരു യഹോവയായ ദൈവം വാസ്തവത്തിൽ കാര്യമായിട്ടൊന്നും അറിയില്ല, കൺമുന്നിലുണ്ടെങ്കിൽ തന്നെ അറിയുള്ളൂ. അപ്പം യഹോവക്ക് കണ്ണുണ്ട്, മനസ്സിലായി. യഹോവക്ക് കണ്ണുണ്ട്, പക്ഷെ മറഞ്ഞിരുന്നാൽ കാണാൻ പറ്റില്ല എന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ടു ഞാൻ നഗ്നനാകെ കൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. മനുഷ്യൻ ആരോട് പറഞ്ഞു? യഹോവയോട് പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. നഗ്നനാണെന്ന് ഇപ്പോൾ ആരാണ് നിന്നോട് പറഞ്ഞത് എന്ന് യഹോവയായ ദൈവം ആരോട്? മനുഷ്യനോട് ചോദിക്കണ്ട, നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു എന്ന്. തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അപ്പം ഇത് സത്യം പറഞ്ഞു, തിന്നു. അപ്പം ഇത് തിന്ന ഇല്ല എന്നുള്ളത് ആ വൃക്ഷത്തുമ്പോൾ നോക്കിയാൽ ആർക്കറിയാം? യഹോവ എന്താ പറയുക, യഹോവയായ ദൈവം. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അത് മനുഷ്യൻ്റെ അത്ര പോലും വിവേകമില്ലാത്ത ഒരു ദൈവത്തിന് ഇവിടെ കാണിച്ചു തരുന്നത്. അതിനും മനുഷ്യൻ എന്നോടുകൂടെ ഇരുപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യനെ പിഴപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് ഇതിൽ വ്യക്തമാണ്. ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ചു നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ശപിച്ചു ആര്? യഹോവയായ ദൈവം ശപിച്ചു ആരെ? പാമ്പിനെ. നീ ഉരസുകൊണ്ടു ഗമിച്ചു നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നുന്നു. അപ്പൊ പാമ്പ് ഇപ്പോൾ പൊടിയാണോ തിന്നുന്നത്? ഇതൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമല്ല. അപ്പോൾ 15-ാമത്തെ വാക്ക്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയും ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും. ആരെ? സന്തതി തന്നെ, സ്ത്രീയുടെ സന്തതി തന്നെ അമ്മയുടെ തല തകർക്കും എന്നാണ് ഇപ്പം ഈ പറയണത്. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അപ്പോൾ തല തകർക്കുമ്പോൾ മക്കളുടെ കുതികാലും തകർക്കും. ആര്? അമ്മ, സ്ത്രീ. അപ്പൊ സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്കു കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. അപ്പൊ ഇതൊക്കെ ഗർഭമൊക്കെ ഉണ്ടാവാനുള്ള കാരണം ആണ് ഇപ്പൊ ഈ പറയണ കേട്ടാ. എന്ത്? ഈ സർപ്പം ആ മരം നടുവിൽ നടുവിൽ ഒരു വൃക്ഷം ഉണ്ടാക്കിയില്ല, ആ കായ് തിന്നാൻ കൽപ്പിച്ചു. അത് തിന്നപ്പോഴാണ് എന്തുണ്ടായത്? ഗർഭധാരണം ഏറ്റവും വർദ്ധിച്ചത്. അല്ലെങ്കിൽ ഗർഭമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. അപ്പോൾ ആണ് ഭരിക്കും പെണ്ണിനെ. അങ്ങനെ പെണ്ണ് എന്താ ഭരിക്കപ്പെടേണ്ടവൾ, ആണ് ഭരണാധികാരി. അപ്പം മന്ത്രിയാണ്. പെണ്ണ് മന്ത്രി, സ്ത്രീ മന്ത്രിയും, പുരുഷൻ രാജാവുമായി മാറുന്നതാണ് ഇപ്പോൾ ഇവിടെ അവകാശപ്പെടുന്നത്. അപ്പം ഇനി 17-ാമത്തെ അധ്യായം, മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭൂമി ശപിക്കപ്പെട്ടു. ആരാണ് ശപിച്ചത്? സാത്താൻ വാസ്തവത്തിൽ ഭൂമിയെ ശപിച്ചു എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പൊ നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിയും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളക്കും.
വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അപ്പൊ പൊടിയായി വന്നത് എന്താവും? അത് പൊടിയായി തന്നെ തീരും. മനസ്സിലായി? അപ്പൊ അതാണിപ്പോ വാസ്തവത്തിൽ ഈ വന്നത് എവിടുന്നാണ്? ഇപ്പോൾ നിലത്തു നിന്നാണല്ലോ വരുന്നത്. എല്ലാ മനുഷ്യ ശരീരമൊക്കെ നിലത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഈ മറ്റേ ഈ സവർണർ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ ശരീരം ചിതയിൽ കൊണ്ട് ഭസ്മമാക്കും, പൊടിയാക്കും. അങ്ങനെ അത് ഇതിൽ നിന്നാണ് അവരെടുത്തിട്ടുണ്ടാകുക ഈ പരിപാടി. ശരീരം കരിച്ചു കളഞ്ഞിട്ട് അത് പൊടിയാക്കിയിട്ട് എന്നിട്ട് എന്ത് പുഴയിലൊക്കെ ഒഴുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇതിൽ നിന്ന് കടം കൊണ്ടുള്ളത് തോന്നുന്നുണ്ട്. അതാണ് നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തൻ്റെ ഭാര്യക്കു അവ്വ എന്ന് പേരിട്ടു. അപ്പൊ മനുഷ്യന്റെ ഭാര്യക്കൊക്കെ അവ്വ അവ്വ എന്ന് വിളിക്കണം അല്ലേ? അപ്പോൾ അവിടെ പേരെടുത്തിട്ടല്ല വിളിക്കേണ്ടത്. അപ്പോൾ എന്താ പറയാ, ഇപ്പൊ ഇവര് ഈ ക്രൈസ്തവ സഭയിലുള്ള അവരുടെ ഭാര്യമാരെ അവ്വ എന്നാണ് വിളിക്കല്. അങ്ങനെ ആയിരിക്കാം, അറിയില്ല. എങ്കിലും മനുഷ്യൻ തൻ്റെ ഭാര്യക്ക് അവ്വ എന്ന് പേരിട്ട് അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ എന്ന്. ജീവനുള്ളവർക്കെല്ലാം മാതാവാണ്. അപ്പൊ ജീവൻ വാസ്തവത്തിൽ എല്ലാം മാതാവാണെങ്കിൽ ഈ യഹോവയായ ദൈവത്തിൻ്റെ മാതാവ് അവ്വ തന്നെയാണോ? അത് അവര് പറഞ്ഞില്ല അവിടെ. എന്തായാലും 21-ാമത്തെ വചനം, യഹോവയായ ദൈവം ആദമിനും അവൻ്റെ ഭാര്യക്കും തോൽ കൊണ്ട് ഉടുപ്പ് ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ശരി, അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ എന്ന് പറയുമ്പോൾ ഈ യഹോവയായ ദൈവത്തെ പോലെ ഒരുത്തൻ മനുഷ്യനും അങ്ങനെ ആയി എന്നുള്ള അർത്ഥത്തിലാണോ എന്ന് അറിയില്ല. നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്തു കൃഷി ചെയ്യേണ്ടതിനു യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അപ്പൊ ഏദൻ തോട്ടം എവിടെയാണ്? ഇത് ഇതിൽ വിവരിച്ചിട്ടില്ല. എന്തായാലും 24-ാമത്തെ വചനം, ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിനു കിഴക്കു കേരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി തീർന്നു. ഇനി 4-ാമത്തെ അധ്യായമാണ്. വാസ്തവത്തിൽ ആരാധന തുടങ്ങുന്നത് ഉൽപ്പത്തിയിലെ 4-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് കേട്ടോ. അത് വായിക്കാം. അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ അവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, കായിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനും ആയിത്തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കായൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിനും അവൻ്റെ വഴിപാടും പ്രസാദിച്ചു, കായലിനും അവൻ്റെ വഴിപാട് പ്രസാദിച്ചു. കായലിന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാറെ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? ആര്? ഈ കായിൻ നന്മയാണ് ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാവും. അപ്പൊ എന്നാറെ യഹോവ കായിനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ
നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്നാറെ കായിൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കായിൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. ഹാബേലിനെ അനുജനെ ആര് കായിൻ കൊന്നു. ഹാബേലിനെ കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കായിനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്നറിയാം. അപ്പൊ ഇത് യഹോവയായ ദൈവത്തിന് ഇതൊന്നും അറിയില്ല. ഇത് കായിൻ പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അവൻ പറയല്ല, ചോദ്യം ചെയ്യാണ് ഇത്. വാസ്തവത്തിൽ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ ചോദിച്ചു എന്നുള്ളതിന് പറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അതിന് അവൻ അരുൾ ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. രക്തത്തിന്റെ ശബ്ദം ഉണ്ട്. രക്തത്തിലുള്ള അണുക്കളൊക്കെ നിലവിളിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാവും. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ശേഷം നീ വിട്ടു ശാപഗ്രസ്തനായി പോകണം. അങ്ങനെ നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല, നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. കായിൻ യഹോവയോട്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ടു ഒളിച്ചു ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായിനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കായിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു. അങ്ങനെ കായിൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദേനു കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കായിൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിന് ഈശാദ് ജനിച്ചു. ഈശാദ് മെഹോയയെ ജനിപ്പിച്ചു. മെഹോയൻ മെതുശയനെ ജനിപ്പിച്ചു. മെതുശയൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര്. ആദ യാബേലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവൻ്റെ സഹോദരന് യൂബാൽ എന്നു പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തുബൽക്കായിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തുബൽക്കായിൻ്റെ പെങ്ങൾ നയമ ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായും ആയുള്ളോരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. ലാമേക്കിൽ ഭാര്യമാരെ, എൻ്റെ വചനത്തിനു ചെവി തരുവിൻ. എൻ്റെ മുറിവിനു പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരുക്കിനു പകരം ഒരു യുവാവിനെയും കൊല്ലും. കായിനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിനു വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കായിൻ കൊന്ന ഹാബേലിനു പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്തു യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങണം അവിടെ. അപ്പൊ യഹോവയുടെ
എന്താ പറയുക, യഹോവയുടെ നാമത്തിലുള്ള ആരാധന അവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ആദമിന് വേറൊരു ആദ്യം 2 ആളുണ്ടായി. ആര് ആബേല് ഉണ്ടായി. ആബേലിനെ കൊന്നല്ലോ, അല്ല കായിൻ ആബേലിനെ കൊന്നു. അപ്പൊ കായിൻ നും ആബേലുമാണ് ഉണ്ടായത്. ആബേലിനെ കായിൻ കൊന്നു. ഇനി അതിന് പകരമായിട്ട് അവന് ശേത്ത് എന്നു പേരുള്ള ഒരു മകന് പിറക്കണം. അവിടെ നിന്നാണ് ആരാധന തുടങ്ങുന്നത്. അപ്പൊ കായിൻ, വാസ്തവത്തിൽ കായിനെ പറ്റി ഈ നാസ്തികര് ക്ലബ് ഹൗസിലൊക്കെ പറയുന്നത്, ഈ ആബേലിന്റെ അല്ല ആദമിന്റെ നാരി അഥവാ അവ്വ, ആകെ ഒരു പെണ്ണല്ലുള്ളൂ. ആ പെണ്ണിനെ വാസ്തവത്തിൽ കായിൻ, അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ന് മായ്ച്ചു കളഞ്ഞെന്ന് പറയുന്നത്. കായിൻ ആരാ, ഒരു പെണ്ണല്ലുള്ളൂ. ആദമിന്റെ ഭാര്യയെല്ലാം കൊണ്ട് ഉണ്ടാക്കിയ ഒരു അവ്വക്ക് 2 ആൺമക്കള്. എന്നിട്ട് എന്താ പറയാ, ആബേലിനെ കായിൻ കൊന്ന്. പിന്നെ ഇനിയിപ്പോ കായിൻ മാത്രമുള്ള ആ കായിൻ ഈ അമ്മയിലാണ് ബാക്കി മക്കളൊക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായി? അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെയാണ് അവരുടെ വാദഗതി. ആരെ, നമ്മളെ സഭ, ക്രൈസ്തവ സഭ സാത്താൻ്റെ വെളിപാട് പുസ്തകത്തിലുള്ള ഇതൊക്കെയാണ്. ഇത് കോപ്പി ചെയ്തതാണ് 6-ാം നൂറ്റാണ്ടിൽ. ഇതിൽ നല്ല കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മറ്റത് ഒരിക്കലും ഇത് നമ്മൾക്ക് പുറത്തു പറയാൻ പറ്റാത്ത സംഗതി അത് അവിടെ മറച്ചു വെച്ചുകൊണ്ട് ഇതിൽ നല്ല വാക്കുകൾ 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എടുത്തിട്ടാണ് ഖുർആൻ ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ ഇവർ ഒക്കെ വാദഗതി. അപ്പം ഈ വാദഗതിക്ക് എതിരെ വാസ്തവത്തിൽ ഈ നമ്മളുടെ മുസാഫിലെ കുറച്ച് വചനങ്ങൾ അവിടെ വായിക്കാം. വാസ്തവത്തിൽ ഇതും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുമോ എന്നൊക്കെ. അപ്പം ഇത് ആദ്യത്തെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് എന്താണ്, നമ്മളെ ഈ ലോകമൊക്കെ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് സൂറത്ത് യാസീനിലൊരു കാര്യം പറയുന്നത്. അത് ഇനി സൂറത്തുൽ ബക്കറ വായിച്ച് തുടങ്ങാനോ ഈ ആദമൻ ഉണ്ടാക്കിയ കാര്യം, അതാണ് കുറച്ചുകൂടി നല്ലത് തോന്നുന്നുണ്ട്. അപ്പം 30-ാമത്തെ വചനം മുതലൊന്ന് വായിക്കുക. സൂറത്തുൽ ബക്കറയിൽ 2-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ. അതിലെ 30-ാമത്തെ വചനം, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്. അപ്പം ഖലീഫ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഖലീഫ അറബി പദമാണ്. ഞാനിതാ ഭൂമിയിൽ ഒരു പിൻഗാമിയെ, ദൈവത്തിൻ്റെ പിൻഗാമിയായിട്ട്, അതാണ് ഞാനിതാ ഭൂമിയിൽ ഒരു പിൻഗാമിയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചീന്തുകയും ചെയ്യുന്നവരാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ. അവൻ പറഞ്ഞു, നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. ഇത് വാസ്തവത്തിൽ പറഞ്ഞ യഹോവയാണോ? അല്ല, ഇത് ദൈവത്തിൻ്റെ ദൈവം നൽകിയ സന്ദേശമാണ്. ആർക്ക്? മലക്കുകൾക്ക് ദൈവം നൽകിയ സന്ദേശമാണ്. അപ്പോൾ ഈ മലക്ക് എന്താണെന്ന് പറയുന്നത്, അത് ഉടമ എന്നാണ് അതിൻ്റെ അർത്ഥം. മലക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഉടമ എന്ന് വെച്ചാൽ എന്താണ്? എന്തിൻ്റെ ഉടമ? തോട്ടത്തിൻ്റെ, അതായത് ജന്നത്തിൻ്റെ ഉടമ. ജന്നത്ത് എന്ന വാക്കുണ്ടല്ല, ജഹന്നം എന്ന് പറയുമ്പോൾ നരകവും, ജന്നത്ത് എന്ന് പറഞ്ഞാൽ ജന്നത്തൈൻ എന്നൊരു വാക്കുണ്ട്, അത് തോട്ടം എന്നാണ് അർത്ഥം കൊടുത്തത്. അപ്പോൾ വാസ്തവത്തിൽ ജന്നത്ത് എന്നത് തോട്ടമാണ്. അപ്പം നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് 2:31 പറയണത്, അവൻ ആദമിന് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക്, അതായത് ഉടമകൾക്ക് കാണിച്ചു. എന്നിട്ട് അവൻ ആജ്ഞാപിച്ചു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അതായത് അവിടെ ഉപയോഗിച്ച പദം അൻബി ഊ നീന്ന്, മലായിക്കത്തി ഫകാലു അൻബി ഊനി ബി അസ്മായി
എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ പേര് എനിക്ക് പറഞ്ഞു തരുമോ എന്നുള്ളതിന് അൻബി ഓ നീ എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത്, അവൻ പറഞ്ഞു, നിനക്ക് സ്തോത്രം, നീ പഠിപ്പിച്ചു തന്നല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ തന്നെയാണ് സർവജ്ഞനും അഗാധ ജ്ഞാനിയും. അപ്പോ അതിനുശേഷം 33-ാമത്തെ വചനം, 2:33. അനന്തരം അവൻ പറഞ്ഞു, ആദമേ, ഇവർക്ക് അവയുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ അവൻ അവർക്ക് ആ നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേന്ന്. അപ്പൊ അതിനെ ഉപയോഗിച്ച പദം തന്നെ അൻബി ഒഹും, കാലുയ ആദമ അൻബി ഒഹും എന്ന് വെച്ചാൽ പ്രവാചകനാണ് എന്നതിൻ്റെ ആദ്യത്തെ തെളിവാണത്. ആദം ഒരു പ്രവാചകനായി നിയോഗിച്ചു, അതുകൊണ്ടാണ് അൻബി ഒഹും. മലക്കുകൾ, അതായത് ഉടമ എന്ന വാക്കുണ്ടല്ല, മലക്ക് ഉടമ പ്രവാചകനാവാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ്. അത് മനുഷ്യർക്കുള്ളൂ. അതാണ് ആദമിനോട് അൻബി ഓഹം എന്ന് പറഞ്ഞപ്പോൾ ആദം പറഞ്ഞു കൊടുക്കണേ ഇത്. അനന്തരം അവൻ പറഞ്ഞു, ആദമേ, ഇവർക്ക് അവയുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ അവൻ അവർക്ക് ആ നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. ഇത് വാസ്തവത്തിൽ ആരാ പറയണേ? യാഹുവ, ദൈവമായ യാഹുവയാണോ? യാഹുവക്ക് ദൈവമാവാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയെടുക്കുന്നുണ്ട്. ദൈവമാണ് വാസ്തവത്തിൽ ആദമിനോട് ഇത് പറയുന്നത്, ഈ നാമം പറഞ്ഞു കൊടുക്കാൻ. മനസ്സിലായി? അല്ലാണ്ട് ദൈവമല്ല പറയുന്നത്. ദൈവം ആദമിനെ അതിനെ നിയോഗിക്കണം പിൻഗാമിയായിട്ട്. അതാണ് പ്രവാചകൻ. ആ പ്രവാചകൻ ആരോട്? ഉടമയോട് പറയണം, മലക്കിനോട് പറയണം നാമങ്ങൾ. അപ്പം നാമം പറയാനുള്ള കഴിവ് മനുഷ്യനെ ഉള്ളൂ, മലക്കിന് ഇല്ല എന്നുള്ളതാണ് അവിടെ തെളിയുന്നത്. ഇനി ഇത് പറഞ്ഞാൽ ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്നല്ല, ആദമിനെ നിങ്ങൾ സുജൂദ് അനുസരിക്കുക എന്നാണ്. എന്നുവെച്ചാൽ വഴങ്ങുക എന്ന്. വണങ്ങല്ല, വഴങ്ങുക. ആദമിനെ നിങ്ങൾ വഴങ്ങണം എന്ന്. അപ്പൊ ആദമിനെ നിങ്ങൾ വഴങ്ങുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അവർ വഴങ്ങി. ഇബിലീസ് ഒഴികെ അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽപ്പെട്ടവനായിരിക്കുന്നു എന്നല്ല വാസ്തവത്തിൽ അവിടെ വായിച്ചുള്ളത്. മിനൽ കാഫിരീൻ, കാഫിർ എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ നിജസ്ഥിതി, സത്യം കുടിച്ചു മൂടുന്നതിൽപ്പെട്ട അവനാണ്. ആര്? അതായത് ഈ ഇബിലീസ് എന്ന വാക്ക് അറബി ബലസ എന്ന വാക്കിൽ നിന്നാണ് ഇബിലീസ്. ബലസ എന്ന് വെച്ചാൽ അതിന് മലയാളത്തിൽ അതിനൊരു തത്തുല്യമായ ഈ ബാലിശമായ വാക്ക് പറയരുതെന്ന് പറയില്ലേ, അതായത് അർത്ഥശൂന്യമായ വാക്ക് എന്നാണ്. അപ്പോൾ ബലസ എന്ന വാക്കിൻ്റെ അർത്ഥം അർത്ഥശൂന്യം എന്നാണ്. അപ്പോൾ ഇബിലീസ് എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് സത്യത്തെ കുഴിച്ചു മൂടുന്നത്. ആ അർത്ഥത്തിലാണ് മിനൽ കാഫിരിൻ, അതായത് സത്യം കുഴിച്ചു മൂടുന്നവരിൽ പെട്ടവനാണ് ആര്? ഇബിലീസ്. വാസ്തവത്തിൽ ഈ ഇബിലീസ് അതായത് ഇത് ഇവിടെ പറഞ്ഞത്, ഇവിടെ ഇപ്പൊ ഈ യുക്തിവാദികൾ ഇവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ദൈവം അതായത് അനന്തരം അവൻ പറഞ്ഞു, ആദമേ, അവർക്ക് അവരുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ അവൻ അവർക്ക് നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ഇവിടെ ആദമെ ഇനി പറയുന്നത്, ആദമിനെ നിങ്ങൾ വഴങ്ങുക എന്ന് ആരോടാ പറഞ്ഞത്? ഇന്ന് മലക്കുകളോട് പറഞ്ഞപ്പോൾ, മലക്കുകളോട് പറഞ്ഞതിന് ഇബിലീസ് വഴങ്ങേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ചോദ്യം. അപ്പൊ ഇബിലീസിനോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇബിലീസ് ഒഴികെ അവൻ വിസമ്മതം പ്രകടിപ്പിച്ചു. അപ്പൊ ഇവിടെ തെറ്റ് ദൈവത്തിന് സംഭവിച്ചതിന് വാസ്തവത്തിൽ ഇബിലീസിനെ പഴിക്കുന്നത് ന്യായമാണോ എന്നാണ് ചോദ്യം. വാസ്തവത്തിൽ ഇബിലീസ് ആയിത്തീരാണ്. കാരണം മലക്കിനോട്, ഉടമയോട് പറഞ്ഞു. ഉടമ അത് അനുസരിച്ചു, അതായത് വിധേയപ്പെട്ടു. പക്ഷെ പിന്തിരിഞ്ഞ് ഇബിലീസ് ആയി തീരാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ പറയുക, ദൈവം
ആ ദൈവം എന്തായി യഹോവയായ പോലെ, ദൈവം യഹോവയായ പോലെ, ദൈവമുണ്ടോ യഹോവയാകുക? ദൈവം യഹോവയാവില്ല. ദൈവം ദൈവമാണ്, അതൊരു സ്ഥാനമാണ്. പക്ഷേ മലക്ക് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ചാൽ ഇബിലീസായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇബിലീസ് ഒഴികെ എന്ന അതാണ് അതിൻ്റെ ആ ലോജിക്ക്. പക്ഷെ ആ ലോജിക്ക് ആർക്ക്? ഈ സ്വതന്ത്ര ചിന്ത നാസ്തികർക്ക് അത് എന്താവില്ല, തൃപ്തിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളല്ല, അവൻ സത്യം കുഴിച്ചു മൂടുന്നവരിൽ പെട്ടതാണ്. അങ്ങനെ 2:35 ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയാണ്. അപ്പൊ ഈ സ്വർഗം എന്നത് ഇവിടെ അർത്ഥം വെച്ചിട്ടുള്ളത് ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ എന്നാണ് വാസ്തവത്തിൽ അർത്ഥം. അപ്പൊ ആദമേ നീയും നിന്റെ ഇണയും തോട്ടത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചു കൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകാരികളായി തീരും എന്നും നാം ആജ്ഞാപിച്ചു. അപ്പൊ ഇതൊക്കെ ഈ എന്താ പറയാ, ഈ വൃത്തികേടിൽ നിന്ന്, ഏത് ഈ ക്രൈസ്തവ സഭ, സാത്താൻ സഭയുടെ ഈ പഴയ നിയമമുണ്ടല്ലോ 39 വൃത്തികേട്, അതിൽ നിന്നൊക്കെ നല്ലത് എടുത്തിട്ട് കോപ്പി ചെയ്തതാണ് ഇത് എന്നാണ് വാസ്തവത്തിൽ ആര് അവകാശപ്പെടുന്നത്? നാസ്തികരായിക്കോട്ടെ, എല്ലാം ദൈവത്തെ പറ്റി ബോധമില്ലാത്തവർ എല്ലാവരും അവകാശപ്പെടുന്നത് ഇത് ആ സാത്താൻ സേവയിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ കോപ്പിറൈറ്റ് അവർ കൊടുക്കണം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇനി 2:35 കഴിഞ്ഞിട്ട് 2:36 എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു, അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. നാം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാകുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും എന്ന് 2:36 പറഞ്ഞിട്ട് 37 അനന്തരം ആദം തൻ്റെ രക്ഷിതാവെങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു, വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ചു. ആദമിന് ദൈവം പാപമോചനം നൽകി. ഇവിടെയാണ് ദൈവം എന്ന ആ വാക്ക് വരുന്നത്. ആദമിന്